പുരാണത്തിലെ ഏറ്റവും കരുത്തുറ്റ പോരാളി, ഒരസ്ത്രത്താലും ആർക്കും വധിക്കുവാൻ സാധിക്കാത്ത മഹാദേവന്റെ അംശത്തിൽ പിറന്ന വീരഹനുമാൻ. പോരാട്ടത്തിൽ ഈ വീരയോദ്ധാവിനെ പരാജയപ്പെടുത്തുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. ചിരഞ്ജീവിയായി ഇന്നും ജീവിക്കുന്നു എന്ന് കരുതുന്ന ആഞ്ജനേയനെ പരാജയപ്പെടുത്തിയ യോദ്ധാക്കൾ. ആ പോരാട്ടത്തിന്റെ കഥ ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. ശ്രീരാമൻ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി അശ്വമേധ യാഗം നടത്തുവാൻ തീരുമാനിച്ചു. പക്ഷേ യാഗം നടത്തണമെങ്കിൽ മഹാരാജാവിനോടൊപ്പം രാജപത്നിയും ഉണ്ടായിരിക്കണമെന്നുള്ളത് യാഗത്തിന്റെ ധർമ്മമാണ്. സീതാദേവിയെ പരിത്യജിച്ച ശ്രീരാമൻ അതെങ്ങനെ സാധിക്കും? ഒടുവിൽ സീതാദേവിയുടെ ഒരു സ്വർണ്ണ പ്രതിമ നിർമ്മിച്ച് ശ്രീരാമനോടൊപ്പം സിംഹാസനത്തിൽ ഇരുത്തിയായിരുന്നു രാമൻ അശ്വമേധ യാഗം നടത്തിയത്. അശ്വമേധ യാഗത്തിന് മുന്നോടിയായി യാഗാശ്വത്തെ അഥവാ കുതിരയെ അഴിച്ചുവിടുന്നു. ഈ അശ്വം അനേകം രാജ്യങ്ങൾ സഞ്ചരിക്കും. ഏതൊരു രാജാവോ യോദ്ധാവോ ഈ അശ്വത്തെ തടഞ്ഞാൽ അവർ യാഗാശ്വത്തെ പിന്തുടർന്നു വരുന്ന ശ്രീരാമന്റെ സൈന്യവുമായി യുദ്ധം ചെയ്യേണ്ടി വരും. ഇതാണ് അശ്വമേധ യാഗത്തിന്റെ നിയമം. അങ്ങനെ അഴിച്ചുവിട്ട അശ്വത്തെ പിന്തുടരാൻ ശ്രീരാമൻ ശത്രുഘ്നെയും ഹനുമാനെയും ഏർപ്പാടാക്കി. അങ്ങനെ അശ്വം പല നാടുകളും താണ്ടി യാത്ര തുടർന്നു. ഹനുമാനും ശത്രുഘ്നും അശ്വത്തെ പിന്തുടർന്നു. ഒരു നദിക്കരയിലെത്തിയപ്പോൾ അശ്വത്തെ കാണാതായി. ഹനുമാനും ശത്രുഘ്നും അവിടെയെല്ലാം അന്വേഷിച്ചു, എങ്കിലും യാഗാശ്വത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹനുമാനും ശത്രുഘ്നും നദിയിലേക്ക് ഇറങ്ങി അശ്വത്തെ തിരഞ്ഞു. ആ നദിയുടെ അടിത്തട്ടിൽ ഒരു മനോഹരമായ നഗരം അവർ കണ്ടു. അവർ ഇരുവരും ആ നഗരത്തിന്റെ രാജ്ഞിയുടെ അരികിലെത്തി. തങ്ങളുടെ അശ്വത്തെ കാണാനില്ലെന്ന വിവരം ഹനുമാൻ രാജ്ഞിയെ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മാരുതി, ഇത്രയും കാലം അശ്വത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും നേരിട്ടിട്ടില്ലല്ലോ. എന്നാൽ ഇനിയുള്ള യാത്ര അപകടം നിറഞ്ഞതായിരിക്കും. അത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്. വീരമണി എന്നു പേരുള്ള അതീവ ശക്തനായ ഒരു ശിവഭക്തനുണ്ട്. അവനാണ് നിങ്ങളുടെ ആകാശത്തെ പിടിച്ചു കെട്ടിയത്. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. ശ്രീരാമ മന്ത്രകവചത്താൽ മാത്രമേ അവനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ആ ദിവ്യമന്ത്രം ശ്രീരാമ ഭക്തനായ നിനക്ക് നാം ഉപദേശിച്ചു തരാം. ഇപ്രകാരം പറഞ്ഞിട്ട് ആ യോഗിനി ആഞ്ജനേയന് ശ്രീരാമ മന്ത്രകവചം ഉപദേശിച്ചു കൊടുത്തു. യാഗാശ്വത്തെ പിടിച്ചു കെട്ടിയ വീരമണിയുടെ പുത്രനോട് യാഗാശ്വത്തെ വിട്ടുതരണമെന്ന് ഹനുമാനും ശത്രുഘ്നും ആവശ്യപ്പെട്ടു. എങ്കിലും അവൻ അതിനു തയ്യാറായില്ല. കുതിരയെ മോചിപ്പിക്കണമെങ്കിൽ തന്നെയും തന്റെ പിതാവിനെയും യുദ്ധം ചെയ്തു പരാജയപ്പെടുത്തുവാൻ അവൻ കൽപ്പിച്ചു. കുപിതനായ ഹനുമാൻ അവരുമായി ഏറ്റുമുട്ടി. ഹനുമാനും ശത്രുഘ്നും എത്ര ശ്രമിച്ചിട്ടും വീരമണി എന്ന ശിവഭക്തനെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഒടുവിൽ ഹനുമാൻ ശ്രീരാമ കവചമന്ത്രത്താൽ വീരമണിയെ പരാജയപ്പെടുത്തി. തന്റെ ഭക്തന്റെ പരാജയത്തിൽ കുപിതനായ മഹാദേവൻ വീരഭദ്രനെയും കൂട്ടി ഹനുമാനെയും ശത്രുഘ്നെയും എതിരിട്ടു. ആ യുദ്ധത്തിൽ ശത്രുഘ്നും അവന്റെ സൈന്യവും ബോധമറ്റ് നിലം പതിച്ചു. ശ്രീ പരമേശ്വരനെ എതിർക്കുവാൻ ശക്തിയില്ലാതായി തീർന്ന ഹനുമാൻ ശ്രീ മഹാദേവനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ ശ്രീരാമ കീർത്തനങ്ങൾ ഭക്തിപുരസരം ആലപിച്ചു. ഹനുമാന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ മഹാദേവൻ ആഞ്ജനേയനെ അനുഗ്രഹിച്ചു. പിന്നീട് വീരമണി അശ്വത്തെ ഹനുമാന് തിരികെ നൽകി. തുടർന്നുള്ള യാഗാശ്വത്തിന്റെ യാത്രയിൽ അശ്വത്തെ തടഞ്ഞ വിദ്യുന്മാലിയുമായി ശത്രുഘ്നും ഹനുമാനും ഏറ്റുമുട്ടി. വിദ്യുന്മാലിയെ സഹായിക്കുവാൻ അവന്റെ സഹോദരനായ ദ്രംഷ്ടശരൻ അവിടെ എത്തി. അവൻ ഹനുമാനുമായി ഏറ്റുമുട്ടി. തുടർന്ന് അതിശക്തമായ പോരാട്ടം തന്നെ നടന്നു. ദ്രംഷ്ടശരൻ തന്റെ ശക്തമായ ശൂലം ഹനുമാന് നേരെ പ്രയോഗിച്ചു. ആഞ്ജനേയൻ നിഷ്പ്രയാസം ആ ശൂലത്തെ കഷ്ണങ്ങളാക്കി ഓടിച്ചു. എന്നിട്ട് തന്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് രാക്ഷസനെ മർദ്ദിച്ചു. ആഞ്ജനേയന്റെ ആക്രമണത്തെ തടയാനാവാതെ വിഷമിച്ച രാക്ഷസൻ തന്റെ മായാവിദ്യ പ്രയോഗിച്ച് അന്ധകാരം പരത്തി. തുടർന്ന് ആർക്കും ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട ശത്രുഘ്നൻ മോഹനാസ്ത്രത്താൽ രാക്ഷസൻ പരത്തിയ ഇരുട്ടിനെ നീക്കി. പിന്നീട് നടന്ന ശക്തമായ യുദ്ധത്തിൽ ശത്രുഘ്നൻ അസുരന്മാരെ വധിച്ച് യാഗാശ്വത്തെ മോചിപ്പിച്ചു. ഒടുവിൽ യാഗാശ്വം വാൽമീകിയുടെ ആശ്രമത്തിലെത്തി. അവിടെ വെച്ച് വീണ്ടും അശ്വത്തെ കാണാതായി. ആഞ്ജനേയനും ശത്രുഘ്നും സൈന്യവും അശ്വത്തെ അവിടെ എല്ലാം തിരഞ്ഞു.
ഒടുവിൽ ഒരു വൃക്ഷത്തിൽ കെട്ടിയിരിക്കുന്ന അശ്വത്തെയും അതിനു സമീപത്തായി നിൽക്കുന്ന അതിതേജസ്വിയായ മുനികുമാരന്മാരെയും അവർ കണ്ടു. അകലെ നിന്ന് തന്നെ തങ്ങളുടെ ആകാശത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്ന മുനികുമാരന്മാരെ കാണാൻ ഇടയായ ശത്രുഘ്നൻ കുപിതനായി പറഞ്ഞു, കുമാര, ഈ അശ്വം അയോധ്യയിലെ രാജാവായ ശ്രീരാമന്റേതാണ്. ദേവേന്ദ്രന് പോലും അദ്ദേഹത്തിന്റെ കുതിരയെ ബന്ധിക്കുവാനുള്ള ധൈര്യമില്ല. അതിനാൽ കുതിരയെ വിട്ടുതരിക. ഇത് കേട്ട് മുനികുമാരന്മാർ ചിരിച്ചു. തന്നെ പരിഹസിക്കുന്ന മുനികുമാരന്മാരോട് ശത്രുഘ്നൻ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് രഘുരാമന്റെ അശ്വത്തെ ബന്ധിച്ചത്? ഉടനെ അതിൽ ഒരു ബാലകൻ പറഞ്ഞു, ഞാൻ ലവൻ. കുതിരയെ പിടിച്ചു കെട്ടിയത് ഞാനാണ്. കരുത്തുണ്ടെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിച്ച് അശ്വത്തെ മോചിപ്പിച്ചു കൊള്ളുക. ആ ബാലകന്റെ ധീരമായ വാക്കുകൾ കേട്ട് ശത്രുഘ്നൻ അതിശയിച്ചു. കുമാരനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ആവുന്നത്ര ശത്രുഘ്നൻ ശ്രമിച്ചു എങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ ശത്രുഘ്നന് ലവനുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. നിസ്സാരമായി ബാലകനെ പരാജയപ്പെടുത്താം എന്ന് കരുതിയ ശത്രുഘ്നൻ ലവന്റെ പോരാട്ട വീര്യം കണ്ട് അത്ഭുതപ്പെട്ടു. തുടർന്ന് ഇരുവരും ശക്തമായ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. ഒടുവിൽ ലവന്റെ അസ്ത്രമേറ്റ് ശത്രുഘ്നൻ മോഹാലസ്യപ്പെട്ട് നിലം പതിച്ചു. ശത്രുഘ്നൻ വീണത് കണ്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ സുരഥൻ, വിമലൻ തുടങ്ങിയവർ ലവനുമായി ഏറ്റുമുട്ടി. അപ്പോഴേക്കും മോഹാലസ്യത്തിൽ നിന്നുണർന്ന ശത്രുഘ്നൻ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മോഹനാസ്ത്രം ലവനു നേരെ പ്രയോഗിച്ചു. അസ്ത്രമേറ്റ് ലവനും ബോധമറ്റ് നിലം പതിച്ചു. തുടർന്ന് ലവന്റെ സഹോദരനായ കുശൻ ശ്രീരാമന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി. അല്പസമയത്തിനകം ലവനും മോഹാലസ്യത്തിൽ നിന്നുണർന്നു. തുടർന്ന് ലവനും കുശനും ശത്രുഘ്നന്റെ സൈന്യത്തെ ഛിന്നഭിന്നമാക്കി. ഇത് കണ്ട ഹനുമാൻ കുശനുമായി ഏറ്റുമുട്ടി. ഒരു വാനരൻ പോരിന് വരുന്നത് കണ്ട ലവകുശന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ വാനര, വാ, ഓടിവാ, നിന്നെ ഇപ്പോൾ തന്നെ കാലപുരിക്ക് അയക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ തന്റെ ദിവ്യദൃഷ്ടിയാൽ ഹനുമാന് ശ്രീരാമചന്ദ്രന്റെ പുത്രന്മാരാണ് ഈ ബാലകന്മാർ എന്ന് മനസ്സിലായി. എങ്കിലും തന്റെ സ്വാമി തന്നെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് അശ്വത്തെ ആര് പിടിച്ചു കെട്ടിയാലും അവരെ പരാജയപ്പെടുത്തി ആകാശത്തെ തിരികെ അയോധ്യയിൽ എത്തിക്കണമെന്നതാണ്. തന്നെ ഏൽപ്പിച്ച കർത്തവ്യമോർത്ത് ഹനുമാൻ പോരിന് തയ്യാറായി. ഒരു വലിയ വൃക്ഷം പിഴുതെടുത്ത് ഹനുമാൻ കുശന്റെ നേർക്ക് പാഞ്ഞു. ഒരു വലിയ വൃക്ഷവുമായി തന്റെ നേർക്ക് ഓടി വരുന്ന ഹനുമാനെ കണ്ട് കുശൻ സംഹാരാസ്ത്രം തൊടുത്തുവിട്ടു. കരുത്തുറ്റ ആ ബാണമേറ്റ് ഹനുമാൻ ബോധരഹിതനായി. ഹനുമാന്റെ പതനം കണ്ട് കൂടെയുണ്ടായിരുന്ന സുഗ്രീവൻ കുശനുമായി ഏറ്റുമുട്ടി. കുശൻ സുഗ്രീവനെയും പരാജയപ്പെടുത്തിയ ശേഷം ബന്ധിച്ചു. ഈ സമയം അസ്ത്രത്തിന്റെ പ്രഭാവത്തിൽ നിന്നും മോചിതനായ ഹനുമാൻ കുശനുമായി വീണ്ടും ഏറ്റുമുട്ടി. കുശന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ഹനുമാൻ പതറി. വൻ വൃക്ഷങ്ങളും വലിയ പാറകളും ഇളക്കിയെടുത്ത് ഹനുമാൻ കുശന് നേർക്കെറിഞ്ഞു. എന്നാൽ അതൊക്കെ വളരെ നിസാരമായി കുശൻ തന്റെ അസ്ത്രത്താൽ തകർത്തു. ഒടുവിൽ നാഗപാശത്താൽ കുശൻ ആഞ്ജനേയനെ ബന്ധിച്ചു. ഹനുമാന്റെയും സുഗ്രീവന്റെയും ശത്രുഘ്നന്റെയും പതനത്തോടെ മറ്റു സൈനികർ പിന്തിരിഞ്ഞോടി. കുശൻ ശത്രുഘ്നന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ സ്വർണ്ണ കിരീടം ഊരിയെടുത്തു. അതിനുശേഷം അവർ ഹനുമാന്റെയും സുഗ്രീവന്റെയും അടുക്കലെത്തി കുശൻ അനുജനോട് പറഞ്ഞു, ലവ, നമുക്ക് ഈ വാനരന്മാരെ പിടിച്ചുകൊണ്ട് മാതാവിന്റെ അടുക്കലേക്ക് പോകാം. ഈ കുരങ്ങന്മാരെ കാണുമ്പോൾ മാതാവിന് സന്തോഷമാകും. ആശ്രമത്തിലെ മുനികുമാരന്മാർക്ക് ഇവരെ കളിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ആ വീരന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആശ്രമത്തിലേക്ക് പോയി. പാശത്താൽ ബന്ധിതരായ ഹനുമാനും സുഗ്രീവനും രക്ഷപ്പെടുവാൻ മറ്റു മാർഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ആശ്രമമുറ്റത്തെത്തിയപ്പോൾ ലവകുശന്മാർ സീതാദേവിയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മേ, ഇതാ നോക്കൂ, ഞങ്ങൾ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഹനുമാനെ ദർശിച്ച മാത്രയിൽ സീതാമാതാവ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ മാതാവ് പുത്രന്മാരോട് ഹനുമാനെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ഹനുമാനെയും സുഗ്രീവനെയും ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഹനുമാനെ ബന്ധിച്ച മറ്റൊരു യോദ്ധാവായിരുന്നു രാവണപുത്രൻ ഇന്ദ്രജിത്ത്. സീതാദേവിക്കുള്ള ദൂതുമായി ലങ്കയിലെത്തിയ ഹനുമാൻ തന്നെ എതിർക്കുവാൻ ശ്രമിച്ച നിരവധി രാക്ഷസന്മാരെയും രാവണപുത്രനായ അക്ഷയകുമാരനെയും വധിച്ചു. അക്ഷയകുമാരന്റെ മരണവാർത്ത രാവണനെ വളരെയധികം ദുഃഖിപ്പിച്ചു. അനുജന് സംഭവിച്ച ദുരന്തമറിഞ്ഞ് ഇന്ദ്രജിത്തിന് വളരെയധികം കോപവും ദുഃഖവും ഉണ്ടായി. അദ്ദേഹം രാവണന്റെ അനുഗ്രഹത്തോടെ ഹനുമാനെ വധിക്കുവാനായി അശോകവനിയിലേക്ക് പോയി. രഥത്തിലേറി ആയുധധാരിയായി വരുന്ന ഇന്ദ്രജിത്തിന്റെ തേജസ് കണ്ട ആഞ്ജനേയൻ അത്ഭുതപ്പെട്ടു. എടാ ദ്രോഹി, എവിടെ എന്റെ അനുജനെ കൊന്നവൻ?
എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് ചുറ്റും നോക്കി. പക്ഷെ എങ്ങും ഹനുമാനെ കണ്ടില്ല. ഹനുമാൻ തന്റെ ശരീരം ചെറുതാക്കി ഉത്തംഗമായ ഗോപുരത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ശത്രു ഇവിടെ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഉടനെ പുറത്തു വരണമെന്ന ഉദ്ദേശത്തോടെ ഇന്ദ്രജിത്ത് ഞാണൊലിയിട്ടു. ഹനുമാൻ ഉടനെ ഒരു ഗർജനം മുഴക്കി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇന്ദ്രജിത്ത് തന്റെ കണ്ണുകൾ പായിച്ചു. ഹനുമാൻ ഗോപുരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഇന്ദ്രജിത്ത് സാരഥിയോട് രഥം പിന്നോട്ടെടുക്കുവാൻ ആജ്ഞാപിച്ചു. തേരാളി രഥം പിന്നിലേക്ക് ഓടിച്ചു. അത് കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു. ഇതെന്ത് അത്ഭുതം! എന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അവൻ പേടിച്ചോടുകയാണോ? ഒരുപക്ഷെ എന്നെ കണ്ടില്ലെന്നുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ ഹനുമാന്റെ ഊഹം തെറ്റി. ഇന്ദ്രജിത്ത് ഗോപുരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആഞ്ജനേയനെ പിടിക്കാനെടുത്ത അടവായിരുന്നു അത്. ഇന്ദ്രജിത്ത് ഹനുമാൻ ഇരുന്ന സൗധത്തോളം തന്നെ ഉയരമുള്ള മറ്റൊരു ഗോപുരത്തിന്റെ മുകളിൽ കയറി. ഹനുമാൻ പുറം തിരിഞ്ഞിരിക്കുന്ന ഈ അവസരം നോക്കി ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. ഹനുമാനെ ഒരസ്ത്രത്താലും വധിക്കുവാൻ സാധിക്കില്ലെന്ന കാര്യം ഇന്ദ്രജിത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ ബ്രഹ്മാസ്ത്രം ഒരിക്കലും വിഫലമാകുകയില്ല. ആഞ്ജനേയന്റെ ശരീരത്തിൽ ബ്രഹ്മാസ്ത്രം തറച്ചതോടുകൂടി അദ്ദേഹം ബോധരഹിതനായി നിലം പതിച്ചു. അടുത്ത ക്ഷണത്തിൽ രാവണപുത്രൻ നാഗാസ്ത്രത്താൽ ഹനുമാനെ ബന്ധിച്ചു. ബ്രഹ്മാസ്ത്രം ഏറ്റിട്ടും മരിക്കാതെ കിടക്കുന്ന ഈ വാനരൻ അസാമാന്യനാണെന്ന് മനസ്സിലാക്കിയ രാവണപുത്രൻ ഇവനെ പിതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകൂ എന്ന് ഉത്തരവിട്ടു. അശോകവനം നശിപ്പിക്കുകയും അക്ഷയകുമാരനെയും അനേകം രാക്ഷസന്മാരെയും വധിച്ച വാനരനെ യുദ്ധം ചെയ്ത് ഇന്ദ്രജിത്ത് കീഴ്പ്പെടുത്തി എന്ന വാർത്തയറിഞ്ഞ് അവിടെ ഓടിക്കൂടിയ രാക്ഷസന്മാർ ആഹ്ലാദാരവം മുഴക്കി. ആഞ്ജനേയന് ബോധം ലഭിച്ചു എങ്കിലും അദ്ദേഹം നിശ്ചലനായി കിടന്നു. എങ്ങനെയെങ്കിലും രാവണനെ കാണണമെന്നും അവനോട് എന്തെങ്കിലും സംസാരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന ഹനുമാന് ഇന്ദ്രജിത്തിന്റെ കൽപ്പന ഒരു അനുഗ്രഹമായി തോന്നി. രാക്ഷസന്മാർ ചങ്ങല കൊണ്ട് ബന്ധിച്ച ഹനുമാനെ രാജവീതിയിലൂടെ രാജസന്നിധിയിലേക്ക് നയിച്ചു. ഈ ബന്ധനം പൊട്ടിച്ച് സ്വതന്ത്രനായാലോ എന്ന് ആഞ്ജനേയൻ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നീട് അത് വേണ്ടെന്ന് തീരുമാനിച്ചു. തന്റെ ഉദ്ദേശം നിറവേറണമെങ്കിൽ രാക്ഷസന്മാർ തന്നെ രാവണന്റെ മുൻപിൽ എത്തിക്കട്ടെ എന്ന ചിന്തയോടെ ആഞ്ജനേയൻ അനങ്ങാതെ കിടന്നു.